ओम नमो भगवते वासुदेवाय। ओम श्री कृष्ण परमात्मने नमः। ഓം തത്സത്. കടലായ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ ഇന്ന് ശ്രീമദ് മഹാഭാഗവതം ദശമസ്കന്ധത്തിലെ 34-ാമത്തെ അധ്യായം. പെരുമ്പാമ്പായി ശാപം ലഭിച്ച് ജനിച്ച സുദർശനന് മോക്ഷം ലഭിക്കുന്ന നന്ദഗോപുരയെ സുദർശനൻ എന്ന പെരുമ്പാമ്പ് വിഴുങ്ങുകയും കാൽവരെ വിഴുങ്ങുകയും ആരൊക്കെ ശ്രമിച്ചിട്ടും സാധിക്കാതെ ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് രക്ഷിക്കുന്നതും സുദർശനന് മോക്ഷം ലഭിക്കുന്നതുമൊക്കെയാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവതം പ്രാർത്ഥനാ ശ്ലോകത്തോടുകൂടി ആരംഭിക്കുകയാണ്. പ്രാർത്ഥനാ ശ്ലോകം. സംസാര സാഗരേ മഗ്നം ധീരം മാം കരുണാനിധി കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുത്തരപവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവി ഭവി യദാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം. തം നമാമി ഹരിം വരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകങ്ങൾ. ഓം ജന്മാദസ്യേതുന്നയാദിതരദശാക്ഷേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഭുതായാദികവൈ മുക്യന്തി യൽ സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. ധർമ്മപ്രോജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണ